മലയാളത്തിൽ അഭിനയിക്കുന്ന നടിമാരുടെ പ്രതിഫലം ഇങ്ങനെയാണ്. ആദ്യം കുറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. നടി ഭാവന. ഒരു സിനിമയ്ക്ക് നടി ഭാവന വാങ്ങുന്നത് 15 തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ്. അടുത്തത് നിത്യ മേനോൻ. ഒരു സിനിമയ്ക്ക് വേണ്ടി നിത്യ മേനോൻ വാങ്ങുന്നത് 15 തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ്. ഇപ്പോൾ തെലുങ്കിലും തമിഴിലും നിറസാന്നിധ്യമാണ് നിത്യ മേനോൻ. അടുത്തത് മമത മോഹൻദാസ് ആണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി 17 തൊട്ട് 20 ലക്ഷം രൂപ വരെയാണ് മമത പ്രതിഫലമായി വാങ്ങുന്നത്. കാവ്യ മാധവൻ. ചെറുപ്പം തൊട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാവ്യ മാധവന്റെ പ്രതിഫലം 17 തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ്. പ്രിയാമണി. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രിയാമണി വാങ്ങുന്നത് 20 തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ്. പരുത്തിവീരൻ എന്ന സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ പ്രിയാമണിക്ക് ലഭിച്ചിട്ടുണ്ട്. നടി ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ ഒരു മലയാളി കൂടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് തമിഴ് സിനിമയിലാണ്. ഒരു മലയാള സിനിമയ്ക്കായി ലക്ഷ്മി മേനോൻ വാങ്ങുന്നത് 20 തൊട്ട് 35 ലക്ഷം രൂപ വരെയാണ്. നടി പാർവതി. ഈ അടുത്ത് പാർവതി അഭിനയിച്ച എല്ലാ സിനിമയും അടിപൊളി ഹിറ്റുകളായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, എന്നതിൻ്റെ മൊയ്തീൻ. നടിയുടെ പ്രതിഫലം 30 ലക്ഷം രൂപയാണ്. അമല പോൾ. യുവ മലയാളം നടിമാരുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നത് നമ്മുടെ അമല പോൾ ആണ്. അമല പോൾ വാങ്ങുന്നത് 30 തൊട്ട് 40 ലക്ഷം രൂപ വരെയാണ്. ഈ ഇടയ്ക്ക് പുള്ളിക്കാരി ഒരു തെലുഗു ഫിലിമിനു വേണ്ടി 1 കോടി രൂപ വരെ ചോദിച്ചു. മഞ്ജു വാര്യർ. തിരിച്ചുവരവിന് ശേഷം മഞ്ജു വാര്യർക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഒരു സിനിമയ്ക്ക് താരം വാങ്ങുന്നത് 50 ലക്ഷം രൂപയാണ്. പല പ്രൊഡക്റ്റുകളുടെയും ബ്രാൻഡ് അംബാസിഡറാണ് ഇപ്പോൾ മഞ്ജു വാര്യർ. നയൻതാര. മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ്. തമിഴിലും തെലുങ്കിലും 1.5 കോടി വാങ്ങുന്ന നയൻതാര മലയാളത്തിലേക്ക് വരുമ്പോൾ പ്രതിഫലം കുറയ്ക്കുകയാണ്. നയൻതാരയുടെ പ്രതിഫലം 40 ലക്ഷം തൊട്ട് 70 ലക്ഷം വരെയാണ്. ഫോർ മോർ ന്യൂസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു.